പശ്ചിമേഷ്യയെ പിടിച്ചുകുലുക്കിയ ഇറാൻ-ഇസ്രയേൽ സംഘർഷം അയൽരാജ്യമായ പാകിസ്ഥാനെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. ഇന്ധന പ്രതിസന്ധി രൂക്ഷമായതോടുകൂടി തന്നെ രാജ്യം അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് നിൽക്കുന്നതെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. രാജ്യത്ത് പെട്രോൾ, ഡീസൽ പ്രതിസന്ധി വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിൽ പെട്രോളിയത്തിന്റെയും ഡീസലിന്റെയും വില ലിറ്ററിന് 55 രൂപ വർദ്ധിച്ചതായി തന്നെ ഇവിടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മാർച്ച് 7-ന് അവിടെ അർദ്ധരാത്രി മുതൽ തന്നെ വർദ്ധിപ്പിച്ച വിലയാകട്ടെ അത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഇപ്പോൾ ഇന്ധനം വാങ്ങാൻ പാകിസ്ഥാനിലുടനീളമുള്ള പെട്രോൾ പമ്പുകളിൽ നീണ്ട നിരകളായി തന്നെ ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. ഇതോടുകൂടി തന്നെ US-ന്റെ സൗഹൃദം ഏകദേശം പാകിസ്ഥാന് വലിയ തലവേദനയായി മാറുന്നു എന്നതിന്റെ വസ്തുതയാണ് ഇപ്പോൾ ഇവിടെ പുറത്തു വരുന്നത്. ഒരാഴ്ച മുൻപേ തന്നെ അമേരിക്കയും ഇസ്രയേലും ഇറാനും തമ്മിൽ ആരംഭിച്ച യുദ്ധത്തിന്റെ തൽഫലമായി തന്നെ ഇപ്പോൾ ഇറാൻ അയൽ രാജ്യമായ പാകിസ്ഥാനെയും ഇത് കൂടുതൽ ബാധിച്ചു തുടങ്ങിയിരിക്കുകയാണ്. പാകിസ്ഥാൻ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ ദിവസം രാത്രി വൈകി നടന്ന അടിയന്തര പത്രസമ്മേളനത്തിലാണ് വില വർധനവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രി ഇഷാഖ് ദർ, അതേപോലെ തന്നെ ധനമന്ത്രി മുഹമ്മദ് ഔറംഗസേബ്, പെട്രോളിയം മന്ത്രി അലി പർവേസ് മാലിക് എന്നിവർ പത്രസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. അതേസമയം വലിയ രീതിയിൽ പെട്രോൾ, ഡീസൽ വിലകൾ വർദ്ധിച്ചത് അവിടുത്തെ ജനജീവിതം ദുഷ്കരമാകാൻ സാധ്യതയുള്ളത് എന്നതാണ് വ്യക്തമാക്കുന്നത്. വില വർധനവിനെ തുടർന്ന് പാകിസ്ഥാനിൽ പെട്രോളിയത്തിന്റെ വില ലിറ്ററിന് അതായത് ഏകദേശം 321.17 പാകിസ്ഥാൻ രൂപയായി തന്നെ ഉയർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അതിവേഗ ഡീസലിന്റെ വില ലിറ്ററിന് 335.86 രൂപയായി. എണ്ണവില അതിന്റെ വർധനവിന്റെ വാർത്ത പുറത്തു വന്നതിനെ തുടർന്നുകൊണ്ട് പാകിസ്ഥാനിലുടനീളം പരിഭ്രാന്തി പടർത്തിയിട്ടുണ്ട്. ലാഹോർ, കറാച്ചി, ഇസ്ലാമാബാദ്, റവേൽപിണ്ടി തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ അർദ്ധരാത്രിയോടുകൂടി തന്നെ പെട്രോൾ വാങ്ങാൻ ആളുകൾ തിക്കും തിരക്കും കൂട്ടി തുടങ്ങിയതായി തന്നെ അവിടെ 100 കണക്കിന് മീറ്റർ നീളമുള്ള ക്യൂ വരെ ഉണ്ടായതായി തന്നെ വിലയിരുത്തപ്പെടുന്നു. അതേസമയം റഷ്യ ആകട്ടെ, അതായത് ഇത്തരത്തിൽ റഷ്യയിൽ പാകിസ്ഥാന്റെ എണ്ണ പ്രതിസന്ധി മറികടക്കാൻ സഹായഹസ്തം നീട്ടിയിട്ടുണ്ട് എന്ന ഒരു വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏകദേശം 7 ലക്ഷത്തിലധികം ബാരൽ റഷ്യൻ അസംസ്കൃത എണ്ണ പാകിസ്ഥാനിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ആഗോള ഊർജ്ജ വിദഗ്ധർ ഇവിടെ ഒരു വിലയിരുത്തലായി തന്നെ പുറത്തു വരികയാണ്. അവരുടെ വിലയിരുത്തലായി തന്നെ ചില കാര്യങ്ങൾ പുറത്തു വരികയാണ്. പാകിസ്ഥാൻ വളരെ കാലമായി തന്നെ സൗദി അറേബ്യയിൽ നിന്നും UAE-യിൽ നിന്നുമുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതിയെ ആശ്രയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് തടഞ്ഞത് ആഗോള ഊർജ്ജ വിതരണ ലൈനുകളെ തടസ്സപ്പെടുത്തുകയും ലോകത്തിലെ ഊർജ്ജ വിതരണത്തിന്റെ 80% ഇറാനും ഒമാനും തമ്മിലുള്ള ഈ കടലിടുക്ക് വഴിയാണ് കടന്നു പോകുന്നത് എന്നത് മറ്റൊരു വസ്തുതയായി എടുത്തു പറയേണ്ടതാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുകയും അവിടുത്തെ സാധനങ്ങൾക്ക് വലിയ രീതിയിലുള്ള വർധനവ് നേരിടേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. കാരണം പാകിസ്ഥാൻ എന്ന രാജ്യം ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി തന്നെ കൂടുതൽ പ്രതിസന്ധി അവിടെ ഉടലെടുക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. ആയതിനാൽ തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നും അതായത് പ്രധാനമായും പോലും IMF-ൽ നിന്നും കടമെടുക്കുന്ന ഒരു രാജ്യമാണ്. അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇന്ധന പ്രതിസന്ധി അവരെ കൊണ്ട് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും എന്നത് തന്നെയാണ് ഇവിടെ നിരീക്ഷകരടക്കം വിലയിരുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.